ദൈവമക്കൾക്കായി സ്തോത്രം. ആ രക്തം മാറകിലേക്ക് ലഭിച്ചപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി മാറകിലിട്ടപ്പോൾ, വൃക്ഷത്തിന്റെ കാറ മാറകിലേക്ക് ലഭിച്ചപ്പോൾ മാറാ മധുരമായെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് പറയട്ടെ, നിന്റെ ജീവിതമാകുന്ന മാറകിലേക്ക് അവിടുത്തെ പരിശുദ്ധ രക്തമാകുന്ന കറയാകുന്ന രക്തം, നല്ല വൃക്ഷമാകുന്ന യേശുക്രിസ്തുവാകുന്ന നല്ല വൃക്ഷത്തെ ആ കാൽവറിയിൽ വെച്ച തായ്തടി വെട്ടിയിറക്കിയപ്പോൾ അവിടുത്തെ മാറിൽ നിന്ന് തങ്ക നീളം നിന്റെ പ്രശ്നമാകുന്ന മാറയ്ക്ക് ലയിച്ചപ്പോൾ അത് മധുരമുള്ളതായി. പ്രൈസ് ദി ലോർഡ്. ജീവിതയാത്രയിൽ അവിടുന്ന് മാറയെ മധുരിപ്പിക്കും. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എന്നും കൊന്നും കഴിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നും കൊന്നും കഴിക്കാൻ കയ്പുണ്ട്, മധുരമുണ്ട്. എന്നും അങ്ങ് കഴിക്കാനും എന്നും മധുരിച്ചിരിക്കാനും ഒക്കെ ഒക്കത്തില്ല. നിന്റെ മാറയെ മധുരിപ്പിക്കും. ഞാനിങ്ങനെ പറയാനുണ്ട്, എവിടെ വെച്ച് കഴിച്ചോ അവിടെ വെച്ച് മധുരിപ്പിക്കും. ആര് നിന്നെ കഴിപ്പിച്ചോ അവരിൽ കൂടി മധുരിപ്പിക്കും. നീ ഏത് വിഷയത്തിൽ കഴിച്ചോ ആ വിഷയത്തിൽ ദൈവം നിന്നെ മധുരിപ്പിക്കും. ചേട്ടന്മാരെല്ലാം കൂടെ വന്ന് പറഞ്ഞ്, അപ്പച്ചാ യോസേപ്പ് ചത്തുപോയെന്ന്. അപ്പച്ച നമ്മുടെ യോസേപ്പോ? പിന്നെ ആരുടെ യോസേപ്പൻ്റെ ചരിത്ര പറഞ്ഞു? ചത്തെന്ന്. അപ്പൊ ചോദിച്ചാൽ എന്നാ എന്നെ ഡെഡ് ബോഡി ഒന്ന് കാണിക്കാം. ഒന്നുമില്ല. അലച്ചൊന്നും എഴുതിയിട്ടില്ല, ഞാൻ അലയ്ക്കാം. എൻ്റെ അങ്ങനല്ലേ മിനിസ്റ്റർ മുക്കി അപ്പനെ കണ്ട് കാണിച്ചു. യാക്കോബിനെ കൊണ്ട് ആട്ടുകൊറ്റൻ്റെ രക്തത്തിൽ അങ്കി മുക്കി. അന്ന് ടെസ്റ്റിംഗ് ഒന്നും ഇല്ലാഞ്ഞത് കൊണ്ട് ഇത് എന്നാ ബ്ലഡ് ആണെന്നൊന്നും, ആടിൻ്റെ ആണോ മനുഷ്യൻ്റെ ആണോ കാളയുടെ ആണോ പട്ടിയുടെ ആണോന്നൊന്നും, പട്ടിയെ തൊടാനൊക്കത്തില്ല. പട്ടി കടിച്ചാൽ ചത്തോണം, പട്ടിയെ കടിക്കരുത്. അങ്ങനെ ഇപ്പോഴത്തെ പട്ടിയെ കടിക്കരുത്, പട്ടി കടിക്കും. എന്ന് പറഞ്ഞാൽ പട്ടിയുടെ കടി കൊള്ളാതെ പെരയ്ക്കാതിരുന്നോണം. പട്ടിയെ തിരിച്ച് കടിച്ചാൽ പട്ടി കടിക്കൊന്നല്ല, സൂസം അമ്മ ഈ ലോകത്തൊന്നും. സ്തോത്രം. ആട്ടുകൊറ്റന്റെ രക്തത്തിൽ മുക്കിയാ കൊണ്ട് കൊടുത്തത്. നമ്മൾ ഓർക്കും ഇത് അപ്പൻ അതിലും മിടുക്കൻ. അപ്പം പണ്ടേ അപ്പൻ്റെ അപ്പനെ കളിപ്പിച്ചത് ആട്ടുകൊറ്റനെ കണ്ടിച്ച. വേട്ടയിറച്ചിക്ക് പോകാൻ ഏശാവ് പോയപ്പോൾ അമ്മയും കൂടെ യാക്കോവും അമ്മയും കൂടെ ഒരു പാസ്സാക്കി. അമ്മ പറഞ്ഞ്, നീ ഇനിയും കാട്ടിൽ പോയാൽ നിനക്ക് വശമില്ല. മറ്റവനാന്ന് ഏത് കാട്ടിലും അവൻ സിംഹത്തോട് വഴി ചാടി കപ്പക്കാട് വഴി കയറി ളാകെ കയറി അവൻ മലയ്ക്ക് പോയിച്ച് പമ്പാവാലി തുലാപ്പള്ളി കൂടെ അവൻ പത്തനംതിട്ട ചാടും. നീ ഇതിലേ പോയാൽ മുണ്ടമ്പാറ പോവും. മുണ്ടമ്പാറ എവിടെ? മുണ്ടമ്പാറല്ലേ? മുണ്ടമ്പാറ അറിയാമല്ലേ? സീതത്തോടെ സീതക്കുഴി മുണ്ടമ്പാറ ആങ്ങമുടി ഗുരുനാഥൻ മണ്ണ്. വകുപ്പൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ കാവാലത്തുള്ള എനിക്ക് ഇവിടുത്തെ സ്ഥലം അറിയാൻ മേലെന്ന് ഓർത്തിരിക്കുക. എനിക്ക് ഓടിപ്പോകാനുള്ള വഴി അറിയാം. അഥവാ ഇന്ന് രാത്രി ഒരു അടിപിടി ഉണ്ടായാൽ നേരെ നീലിപലാവ് വഴി ഞാൻ വിട്ട് കോന്നി ചാടും. അതും എനിക്കറിയാം. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അമ്മ ചാനൊന്നും ചെയ്യത്തില്ല, അങ്ങോട്ട് നോക്കുകയൊന്നും വേണ്ട. ചാനൊരു പച്ച പരമാർത്ഥിയായിട്ട് അവിടേക്ക് അമ്മാമ്മ കൂടെ പോകും. ഞാൻ അദ്ദേഹത്തെ ഒന്നും ചെയ്യത്തില്ല, അദ്ദേഹം എന്നെ ഒന്ന്. അമ്മാമ്മ ശാന്തമായിട്ടില്ല. ദൈവത്തിന് മഹത്വം. യാക്കോബേ അമ്മയും കൂടെ ചേർന്ന്
യേശാവിന് അനുഗ്രഹം കൊടുക്കാൻ അപ്പന് ഇസഹാക്കിനെ പ്രായം വന്നപ്പോൾ കണ്ണ് കാണാൻ കളിപ്പിച്ച് 2 ആട്ടുകൊറ്റനെ അങ്ങ് കണ്ടിച്ചു. യാക്കോബ് വിതച്ചു. കൊച്ചുങ്ങൾ അപ്പന് പ്രായമായപ്പം സൂക്ഷം ആട്ടുകൊറ്റൻ്റെ ചോര സ്തോത്രം. ഷൂപ്പാസൂസ് നോക്കുന്നത് അങ്ങനെ തന്നെയാണോ? ഞാൻ ഇന്നലെ വായിച്ച് നല്ല ചേരിക്ക് തിട്ടം വരുത്തിയ ചാവന്നെ. സ്തോത്രം. എൻ്റെ കൂട്ടുവേലക്കാരനായിരുന്നാലും പുള്ളി ഇടയ്ക്ക് നോക്കും. അല്ല, നോക്കണം. അവരൊക്കെ പറഞ്ഞു വെച്ച് പോയാൽ പിന്നെ പുള്ളിക്കൂടെ ക്ഷീണമാണ്. അപ്പനീ അങ്കി കണ്ട് തീരുമാനിച്ചു യോസേപ്പ് ചത്തു. ഞാൻ വിവരിക്കുന്നില്ല, അയ്യോ സമയമായി, ഇപ്പം നിർത്താം. ഒരു 5 മിനിറ്റ് കൂടെ എടുത്തോട്ടെ. വർഷങ്ങൾ കഴിഞ്ഞ് ഈ യോസേപ്പ് ചത്തുപോയെന്നും പറഞ്ഞ് ചേട്ടന്മാരും അപ്പനും എല്ലാം കൂടെ ചാത്ത ഉണ്ണുക, ആണ്ടിയാത്തം. ഒരുത്തൻ പറഞ്ഞു, ഈ വർഷത്തെ ഞാൻ ഏറ്റു. ഈ വർഷം തന്നെ നമുക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ. അവർ ഈ പോസ്റ്റർ എഴുതി, യോസേപ്പ് സ്വർഗത്തിൽ 1-ാം പിറന്നാൾ. ഇപ്പം അങ്ങനല്ലേ പരസ്യമൊക്കെ വരുന്നേ, സ്വർഗത്തിൽ. അന്നേരം യോസേപ്പ് പൊത്തീപ്പറിൻ്റെ വീട്ടിൽ കാത്തിരിപ്പ് യോഗം നടത്തുക. തള്ള അത്ര ശരിയല്ലേലും 2-ാം വർഷം ഇവന്മാർ പിന്നെയും ആഘോഷിക്കും. 2-ാം വർഷം ആരാ? അപ്പം ശിവയും പറഞ്ഞ്, ഞാനായി പ്രാവശ്യത്തെ ഫുഡ്, കഴിഞ്ഞ പ്രാവശ്യം ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു, നമുക്ക് ഈ പ്രാവശ്യം വെജിറ്റബിൾ ആക്കാം. അടപ്രഥമം കൂട്ടി ഒരു പിടി. അന്നേരം യോസേപ്പ് കാരാഗൃഹത്തിൽ വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരാഗ്രഹമൊക്കെയാ, പക്ഷെ അവിടെ വെളിപ്പാടിന് കുറവൊന്നുമില്ല. കാരാഗ്രഹത്തിലാ കിടക്കുന്നേ. പക്ഷെ പുള്ളി ശുശ്രൂഷയല്ല. അവന്മാരെല്ലാം കൂടി ആണ്ടിയാത്ത കൊണ്ടുക. നീ മട്ടൺ ഫ്രൈ കൊണ്ടുവരണം, നീ നാളെ എന്നതാ കൊണ്ടുവരുന്നത്? ഞാൻ നാളെ കരുതി വെച്ചിട്ടുണ്ട് ചില്ലി ചിക്കൻ ഒരു പിടി. അപ്പോൾ യോസേപ്പ് നല്ല യോഗം നടത്തി. എന്തിനേറെ ഞാൻ വിവരിക്കുന്നില്ല. വിവരിച്ചാൽ ഞാൻ നിന്ന് ദൈവകൃപയെ ശരണപ്പെട്ട് വിവരിച്ചൊന്നും വരും. അപ്പം പിന്നെ നിങ്ങൾക്ക് ഇപ്പം തന്നെ ചിലരുടെ മുഖത്തൊരു മ്ലാനത പോലെ ദർശിക്കുന്നതായിട്ടും, സമയം പോയതുകൊണ്ടാണോ, പ്രസംഗത്തിൻ്റെ അപാകതയാണോ, പണ്ടൊരു വല്യപ്പൻ കോടതി കയറി പറഞ്ഞു കോടതിയുടെ മുഴക്കം കൊണ്ടാണോ, മജിസ്ട്രേറ്റിൻ്റെ വായി പല്ലില്ലാത്ത കൊണ്ടാണോ എനിക്കെല്ലാം കുളകുളാന്നാതിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ, സമയം പോയത് കൊണ്ടാണോ, സബ്ജക്റ്റ് നമ്മുടെ പെന്തിക്കോസുകാരുടെ ഭാഷ പറഞ്ഞ മൂക്കാത്തത് കൊണ്ടാണോ? ദൈവത്തിന് മഹത്വം. ഇവര് ആണ്ടിയാത്ത ഉണ്ട്. ഊപ്പാട് വന്നപ്പോ യോസേപ്പ് അപ്പുറം യോഗം നടത്തുക. വർഷങ്ങൾ കഴിഞ്ഞ് വിവരിക്കുന്നില്ല. ഈ ചേട്ടന്മാര് തന്നെ വന്ന് അപ്പച്ചനോട് പറയാ, അപ്പച്ച യോസേപ്പ് ജീവിച്ചിരിക്കുന്നു. ഉടനെ എൻ്റെ ഭാവനയാകട്ടോ, വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു ഭാവന, ഉപദേശമല്ല, ഉപദേശമാണെന്ന് പറയരുത്, ഭാവന. യോസേപ്പിൻ്റെ ഈ തുണിയും പിടിച്ചോണ്ട് 2 പേരാ ഒത്തിരി നാളിരുന്നു. ഒന്നാ തള്ളച്ചി, ഏതാ? പൊത്തീപ്പറിൻ്റെ മിസ്സിസ്, ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ഇത്ര 8:30 മിസ്സിസ് പൊത്തീപ്പർ. പിന്നെ ഇരുന്നത് യാക്കോബ. ഞങ്ങളുടെ തോമസൂട്ടി പാസ്സാന്ന് വന്ന് യോസേപ്പിൻ്റെ വസ്ത്രത്തെ കയറി ആ സ്ത്രീ നാളെ ഷൂപ്പാസ്റ്റു അത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അധ്യാപകനും കൂടെ. ഞാൻ കടമെടുക്കുക, വസ്ത്രത്തിൽ കയറി പിടിച്ചത് എന്നാൽ അലക്കി തേച്ച് തരാമെന്നും പറഞ്ഞ് പിടിച്ചൊന്നുമല്ല. ഒത്തിരി നാളായിട്ട് മൂഴ്ചി ഞാൻ തുണി ഇവനെ നശിപ്പിക്കാൻ വേണ്ടി, ഒടുക്കിക്കളയാൻ വേണ്ടി യാക്കോബും ഈ വസ്ത്രം ഇതുപോലെ വെച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇവര് തന്നെ തിരിച്ചു വന്ന് പറഞ്ഞു, അപ്പച്ച യോസേപ്പ്, നിന്റെ മകൻ യോസേപ്പ് ജീവിച്ചിരിക്കും. നിന്റെ മകൻ യോസേപ്പ് ജീവിച്ചിരിക്കും. അപ്പച്ചൻ തന്നെ പറഞ്ഞു,
നിങ്ങളല്ലയോടാ പണ്ട് പറഞ്ഞ ചത്തുപോയെന്ന്. അതിനെന്നാ ഞങ്ങൾ തന്നെ ഇപ്പം പറഞ്ഞ ജീവിക്കുന്നെന്ന്. അതിനാ ഇത് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ ചത്തെന്ന്. ഞങ്ങൾ അന്നേരത്തെ സമ്മർദ്ദത്തിൽ പറഞ്ഞു ചത്തെന്ന്. അതിന് ഇപ്പം ഞങ്ങൾ പറഞ്ഞ് ജീവിക്കുന്നു. പിന്നെ അപ്പം പറഞ്ഞു ഞാനിപ്പോൾ ഇതിലേതാ വിശ്വസിക്കുന്നത്, ചത്തെന്ന് വിശ്വസിക്കണോ ജീവിക്കുന്നെന്ന്? നിങ്ങൾ ചത്തെന്നും പറഞ്ഞ് അന്ന് തുണി കൊണ്ട് തന്നായിരുന്നു. താണ്ട തുണി, ആ തുണി എന്നെ എടുത്ത് കളഞ്ഞിരുന്നു. അവിടെ ആന്ധ്രയിൽ നിന്ന് വല്ലവരും വരിക എന്ന് അവർക്ക് കൊടുക്കാൻ, വെള്ളപ്പൊക്കം ഉണ്ടായി വരികയാണ്. ഇപ്പം വിശ്വസിക്കുന്ന, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നെന്ന് വിശ്വസിക്കാൻ എനിക്ക് എന്നാ തെളിവ്? കൈക്ക് പിടിച്ചേച്ച് പറഞ്ഞാണ്ട് അങ്ങോട്ട് നോക്കിയപ്പം ഒരു രഥം അവിടെ നിന്ന് വരുന്നു. രഥത്തിൻ്റെ മേളിൽ കൊടി കടന്ന് പറക്കുന്നു. അടുത്തടുത്ത് വന്നപ്പം മിസ്രൈമിൻ്റെ എമ്പളമുള്ള കൊടി, മിസ്രൈമിൻ്റെ എമ്പളമുള്ള, തൊട്ട് പോകരുത് ആ കൊടികൾ, മിസ്രൈമിൻ്റെ എമ്പളവാ. നീമാ യോസേപ്പിൻ്റെ തുണി പിടിച്ച് വലിക്കുന്നത് പോലെ മിസ്രൈമിൻ്റെ കൊടി കയറി പിടിച്ച് വലിക്കാൻ അതാരാ പറഞ്ഞേ? അച്ഛൻ എന്നാ പറഞ്ഞേ? ദൈവം. ഞാൻ പറയേണ്ടത് അച്ചായൻ കയറി പറഞ്ഞു. സ്തോത്രം. നീ യോസേപ്പിന്റെ തുണി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് വാടാ വാടാ പോടാ പോടാന്ന് പറഞ്ഞ് വലിക്കും പോലെ മിസ്രൈമിന്റെ പടവോ അതിനെ കൊടിക്കൂറലങ്ങാൻ നീ തൊട്ടാൽ, കൊടിയും പറപ്പിച്ച് രഥം ഇങ്ങോട്ട് എടുത്തു വന്നപ്പം യാക്കോബിന് ചൈതന്യം ഉണ്ടായി, ചാടി അങ്ങോട്ട് എഴുന്നേറ്റ്. പ്രൈസ് ദി ലോർഡ്. ദീർഘവർഷങ്ങളായി ഞരങ്ങുന്ന വിഷയത്തിൽ ദൈവം ചൈതന്യപ്പെടുത്തുക. നീ ദീർഘനാളുകളായി ഞരങ്ങുന്ന വിഷയത്തിൽ ദൈവം നിനക്ക് ചൈതന്യം തരാൻ പോകുകയാ. ദീർഘനാളുകളായി നീ ഞരങ്ങുന്ന വിഷയത്തിൽ ദൈവം നിനക്ക് നീക്കുപോക്ക് തരാൻ പോകുകയാ. നീ ഭാരപ്പെട്ടു വന്ന വിഷയത്തിൽ ദൈവം നിനക്ക് നീക്കുപോക്ക് തരാൻ പോകുകയാ. നീ ഭാരത്തോടിരിക്കുന്ന വിഷയത്തിൽ ദൈവം നിനക്ക് നീക്കുപോക്ക് തരാൻ പോകുകയാ. ദൈവം നിനക്ക് ദൈവം നിനക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാ. യോസേപ്പ് രഥം കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യമുണ്ടായി. ചത്തുപോയെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ ദൈവം പറയിച്ചു ജീവിച്ചെന്ന്. എവിടെ വെച്ച് കഴിച്ചു അവിടെ വെച്ച് മധുരിപ്പിക്കുക. ആര് കഴിപ്പിച്ചോ അവരിൽ കൂടി, എന്തിൽ കഴിച്ചു അതിൽ. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഒരിക്കൽ നവോമി പറഞ്ഞു, നിങ്ങൾ എന്നെ ഇനി നവോമി എന്ന്. എന്നിട്ട് അവർ ചോദിച്ചു, അയ്യോ അമ്മാമ്മ പിന്നെ എന്നാ വിളിക്കുന്നത്? അതിനാ അങ്ങനെ ഒരു പേര് മാറ്റം പറ. അങ്ങനെ പറഞ്ഞാൽ നന്നായിട്ട് പറയാം. വായിച്ച 1:19 രൂത്ത് 1:19. അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. ആരാ രണ്ടുപേരാരാ? അമ്മായിയമ്മ മരുമകൾ നവോമി രൂത്തും. ബേത്ലഹേം നടന്നു. അവർ ബേത്ലഹേമിൽ സ്വന്തം ഭർത്താവ് മരിച്ചു സ്വതന്ത്രയായി യാത്ര ചെയ്തിടുന്ന രൂത്തിനെ പോലെ. സ്വന്തം ഭർത്താവ് മരിച്ചു സ്വതന്ത്രയായി യാത്ര ചെയ്തിടുന്ന രൂത്തിനെ പോലെ. പാടാൻ നേരമില്ല. അങ്ങനെ ഞാൻ അങ്ങ് പാടിപ്പോവും. പിന്നെ നിങ്ങളൊന്നും പറയത്തില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ പറയും, ഓ എല്ലാ പാട്ടും പാടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, അത് വെറുതെ എന്തിനാ, അല്ലാതെ തന്നെ ഇഷ്ടം പോലെ പറയുന്നുണ്ടല്ലോ, പിന്നെ ഇതുകൂടെ ഒരു പറച്ചില് അത് വേണ്ട, ഇതുമായിരുന്നു. അവർ ബേത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ഇങ്ങനെ അവർ രണ്ടുപേരും, അമ്മാവിയമ്മയും മരുമകളും നവോമിയും രൂത്തും കൂടെ രണ്ടുപേരും നടന്നു. ഒരാൾ ഓട്ടോയ്ക്ക്, ഒരാൾ കാറിന് വന്നെന്നല്ല. അമ്മച്ചി ഓട്ടോയിൽ പോക്കോ, നിങ്ങൾ എങ്ങനെ വരും? ഞങ്ങൾ എങ്ങനെയും വരും, ദൈവം ഞങ്ങളെ. അവർ കാറിലാണ് വരുന്നത്. അമ്മച്ചിയോടത് പറയുന്നില്ലെന്ന്, നല്ല ഓട്ടോയ്ക്ക് ഇടാന്ന് വെച്ച് ചിരിച്ചതാണ്. നമ്മളെ ജനസയുടെ അല്ലേ, അവള് ചിരിക്കും, എനിക്കറിയാം. അവള് പിന്നെ ചിരിച്ചില്ലേലേ അവള് എന്ത് ചേർത്തി എന്ത് അവക്ക് അത്രയും ചിരിയില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, രണ്ടുപേരും കൂടെ നടന്നു.
അങ്ങനെ അവർ ഇരുവരും നടന്ന് ബേത്ലഹേമോളം നടന്നവർ രണ്ടുപേരും പട്ടണം മുഴുവൻ അവരുടെ നിമിത്തം ഇളകി. പട്ടണം മുഴുവൻ ഇവരുടെ നിമിത്തം ഇളകി. മുഴുവൻ എണ്ണ ഇപ്പൊ ഇളകി നിൽക്കുക. ആരുടെ നിമിത്തം? നവോമിയുടെ നിമിത്തം. ഈ രണ്ട് പെണ്ണുങ്ങളുടെ നിമിത്തം ഇളകി. പട്ടണം ഇളകി. ഇവിടെ ഇപ്പൊ രണ്ട് പെണ്ണുങ്ങളാ. ഇപ്പം പിന്നെ രണ്ട് പെണ്ണുങ്ങളുടെ വിഷയമല്ല, പിന്നെ ഈ രണ്ട് പെണ്ണുങ്ങൾ നിമിത്തം പട്ടണം മുഴുവൻ ഇളകി. ഇപ്പൊ ഇളകുന്നത് ഹിന്ദിയിൽ ഉണ്ടല്ലോ, പൂരാക്കരോ. രണ്ടുപേരുടെ നിമിത്തം പട്ടണം മുഴുവൻ ഇളകി. വായിച്ച സഹോദരി, ഇവൾ നവോമിയോ എന്ന സ്ത്രീജനം പറഞ്ഞു. അവൾ അവരോട് പറഞ്ഞത് നവോമി. അയ്യോ, നവോമി എന്നല്ല. നവോമി എന്ന വാക്കിന്റെ ഒരർത്ഥം ഇമ്പം, ഇമ്പം, ഇമ്പം. അവള് പറയാ, എന്നെ ഇമ്പം എന്നൊന്നും വിളിക്കണ്ട, എന്നെ നവോമി എന്നല്ല വിളിക്കണ്ട, പിന്നെ എന്നെ മാറ എന്ന് വിളിക്ക. എന്റെ ഇമ്പമെല്ലാം പോയി, എന്റെ ഇമ്പമെല്ലാം പോയി. എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, രണ്ട് ആമ്പിള്ളേര് മകളോനും കിളിയോനും പോയി. എനിക്ക് ബലപിടിപ്പുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം ഞാൻ നഷ്ടപ്പെട്ടവളാ. ഇനി എനിക്ക് എന്നാ നഷ്ടപ്പെടാനാ? അല്ലേ, ഞാനും അങ്ങ് പറയും, ഇനി എനിക്ക് എന്നാ നഷ്ടപ്പെടാനാ? ഓമനമാമേ, എല്ലാം നഷ്ടപ്പെട്ടില്ലേ? നവോമി പറയാ, അല്ലെ കാവാലവും പറയാ, ഇനി എന്നാ നഷ്ടപ്പെടാനാ? ഇനി ഇടംബലം നോക്കാം, അത്ര തന്നെ. ഞാൻ പറയുന്ന കാര്യം ധ്യാൻചാന് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായി. സ്തോത്രം. ഇനി എന്നാ പോകാനില്ല, പോകാൻ. ഇനി ഒന്നും പോകാനില്ല. എന്റെ ജീവിതം മുഴുവൻ കയ്പായി. എനിക്ക് ബലപടിപ്പെട്ടതാ. എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, എന്റെ മക്കൾ എനിക്ക് വിലയേറിയത്, അവരും പോയി. ഇനി എന്നാ പോകാൻ? ഇനി എന്തോ പറയാനാ? ഇപ്പൊ അടുത്ത കാലത്ത് ഒരു പാട്ടുണ്ടായിരുന്നു, എന്നാ പറയാനാ. ഞാനും അതാ പറഞ്ഞേ, ഇനി എന്നാ പറയാനാടാ? ഇനി എന്നാ പറയാനാ? ഇനിയൊന്നും പറയാനില്ല. ഇനി മുഴുവൻ അങ്ങോട്ടാ പറയാൻ. ഇനി മുഴുവൻ അങ്ങോട്ടാന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ എത്രത്തോളം വളഞ്ഞിട്ട് ആക്രമിക്കും? നീ എന്നാ പറയാ? പട്ടണം മുഴുവൻ ഇളകി. ഞാനിങ്ങനെ പറയാ, പെന്തിക്കോസ് മുഴുവൻ ഇളകി. അവളോ ഇനി തന്നെ മാറാന്നൊന്ന് നവോമിന്നൊന്നും വിളിക്കണ്ട. അതിനാ പിന്നെ കാണുമ്പം അമ്മാമി കാണുമ്പോഴേ അമ്മാമ നിങ്ങളാരും നവോമിന്ന് വിളിക്കണം. നിങ്ങളെ ആറായെന്ന് വിളിച്ചാൽ മതി. സ്തോത്രം.
അവിടെ മനോവേദന കൊണ്ടും മനപ്രയാസം കൊണ്ടും ജീവിതത്തിൻ്റെ പ്രാരാബ്ദം കൊണ്ടും അവൾ ഇങ്ങനെ ഒരു പദം പറഞ്ഞു, സർവശക്തൻ എന്നോട്. ഏറ്റവും കൈപ്പായ സാഹചര്യം കൊണ്ടങ്ങ് പറഞ്ഞതാ, അല്ല ദൈവത്തെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. സർവശക്തൻ എന്നോട്, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ നഷ്ടേറി ഭാഗ്യവാനായി തീരുന്നു. നഷ്ടം ഗോറി ഓ നഷ്ടമേറ്റ കർത്താവോ, ഓ നഷ്ടമേറ്റ കർത്താവോ, ഓ ദുഃഖത്തിൻ്റെ വാന കർത്താവ് എൻ്റെ കയ്യിൽ, ദുഃഖത്തിൻ്റെ ഓ സന്തോഷത്തോടത് വാങ്ങി. ഹല്ലേലൂയ. നൊവാമി പറയുക, നിങ്ങളെന്നെ നൊവാമി എന്ന് വിളിക്കണ്ട, പിന്നെയോ മേറ എന്ന് വിളിക്കുക. കയ്പ്, യോ ഞാൻ മുഴുവൻ കഴിച്ചു നിൽക്കുക. എൻ്റെ ജീവിതത്തിലെ ഇമ്പം മുഴുവൻ പോയി, മധുരം മുഴുവൻ നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതം മുഴുവൻ കയ്പാണ്. നിങ്ങളെന്നെ ഇനി നൊവാമി എന്നൊന്നും വിളിക്കണ്ട. മാറ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ആ പേരാ എനിക്ക്. അല്ല, ഞാനും അങ്ങ് പറയാ, നിങ്ങൾ എന്നെ മാറ എന്ന് വിളിച്ചാൽ മതി, അനീഷ് പാസ്റ്റർ എന്നൊന്നും ഇനിയും വിളിക്കണ്ട. മാറ എന്ന് വിളിക്കുന്നതാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ സാഹചര്യത്തിൽ അവള് പറഞ്ഞ്, സർവശക്തൻ എന്നോട് ഇത് ചെയ്തല്ലോ. ദൈവം അത് കുറിച്ചു വെച്ചു. തമ്പുരാൻ അന്ന് തീരുമാനിച്ചു, നൊവോമിയെ നിന്റെ മാറാ ഞാൻ മധുരിപ്പിക്കും. നിന്റെ മാറായെ ഞാൻ മധുരമാക്കി തരുമെന്ന്. പക്ഷെ നീ വെയിറ്റ് ചെയ്യണം, നീ വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. നാളുകൾ കഴിഞ്ഞു. അമ്മായിമ്മയും മരുമകളുടെ ജീവിത പ്രാരാബ്ദമല്ലേ. അമ്മായിമ്മ പറഞ്ഞു, എങ്ങനെ രൂപത്തെ, അവള് നല്ല പെങ്കൊച്ച. അവൾ അവിടെ വെച്ചേ പറഞ്ഞായിരുന്നു, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം, നീ പോകുന്നിടത്ത് ഞാനും വരും, നീ ചാകുന്നിടത്ത് പിന്നെ മരണത്താലല്ലാതെ. അവൾ തൊടുകൈക്കിയ കാര്യം പറഞ്ഞു. പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് പോകുന്നോടി എന്നോട് ചോദിച്ചേക്കരുത്. അതാ തീരുമാനം. യഹോവഭക്തന് ദൃഢധൈര്യമുണ്ട്, എൻ്റെ മക്കൾക്കും ശരണം ഉണ്ടാകും. അവൾ തൊടുകൈക്കാ പറഞ്ഞു, കൂടെ തള്ള എന്നോട് പോകുന്നുണ്ടോ ഇതിൽ അങ്ങോട്ട് പോയി ഷോർട്ട് കട്ട് ഇടണമെന്ന് എന്നോട് പറഞ്ഞേക്കരുത്. നമ്മൾ ഹൈവേ തന്നെ പോകും ബേത്ലഹേമി. അല്ല, ഷോർട്ട് കട്ട് അടിക്കുമെന്നൊന്നും ആരും ഓർക്കണ്ട. ഒരു ഷോർട്ട് കട്ടിലും പോകല, നേരെ NH-47 കൂടെ തന്നെ. ഷോർട്ട് കട്ട് കയ്പൊക്കെ അവിടെ കിടന്നുള്ളൂ, ഷോർട്ട് കട്ടൊന്നും അടിക്കുകയല്ല. സ്തോത്രം.
ഹല്ലേലൂയ. മാവിയമ്മ പറഞ്ഞു, അപ്പം എങ്ങനെ? അവൾ പറഞ്ഞു, ഞാൻ പെറുക്കാൻ പോകാം. ഇപ്പോൾ ഗോതമ്പ് യോഗത്തിൻ്റെ കാലമല്ലേ, ഞാൻ പെറുക്കാൻ പോകാം. നീ പരിചയമില്ലാത്ത മോബ, അതൊന്നും കുഴപ്പമില്ല, ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ദൈവമുണ്ട്. എന്നാ പൊക്കോ മോളെ, പോയി പെറുക്കിയേച്ച്. സൂക്ഷം ബോവസിൻ്റെ വയലിൽ വന്നു കയറി. സൂക്ഷം വന്ന് കയറിയത് കേറേണ്ടവന്റെ വയലിലാണ് വന്ന് കയറിയേക്കുന്നത്. ഞാനിതൊക്കെ ഞാനിങ്ങനെ നിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 12:30-1 മണി വരെ പോകാൻ സാധ്യത ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു ചിന്തയുണ്ട്, മിക്കവാറും പോകാനും സാധ്യത ഉണ്ട്. ഇല്ല, ഒരു 9:30 ആകുമ്പോൾ നിർത്താം. 8:30 എന്നാ പറഞ്ഞത്, എനിക്കറിയാം. ഇരിക്കട്ടെ, ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും ഇങ്ങോട്ട് വരുവാൻ തോന്നുന്നു എനിക്കും തോന്നുന്നില്ല. പിന്നെ 9:30 ഇരിക്കട്ടെ. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സൂക്ഷം ചെന്ന് പെട്ടത് ബോവസിന്റെ വയലില്ല. നീ സൂക്ഷം വന്നിരിക്കുന്നത് വരണ്ടവന്റെ അടുക്കല. നല്ല ബോവസാകുന്ന യേശു. സ്വന്തം ദേശം വിട്ട് തൻ്റെ അമ്മയോടു കൂടെ ചേർന്ന രൂത്തു ഭാഗ്യവശാൽ ബോവസിൻ കാലായിൽ വിട്ട് തന്റെ അമ്മയോടു കൂടെ ചേർന്ന രൂത്തു ഭാഗ്യവശാൽ ബോവസിൻ കാലായിൽ, ബോവസിൻ കാലായിൽ. എന്നതുപോൽ വന്നിടുമോ സോദരരെ നിങ്ങൾ, നിങ്ങളിൽ വാതിൽക്കൽ നിന്ന് മുട്ടിടുന്നു നാഥൻ. എൻ മകളെ, എൻ മകളെ, എൻ മകളെ, എൻ മകളെ, എൻ മകളെ, വാതിൽ നീ തുറന്നിടുമോ ഇന്ന്? നാഥനു വസിപ്പാൻ, നാഥനു വസിപ്പാൻ വന്നിടുവിൻ മാനവരെ ബോവസിൻ കാലായിൽ. വന്നിടുവിൻ, വന്നിടുവിൻ, വന്നിടുവിൻ മാനവരെ ബോവസിൻ കാലായിൽ. വന്നിടുവിൻ, വന്നിടുവിൻ മാനവരെ ബോവസിൻ കാലായിൽ. വന്നിടുവിൻ മാനവരെ ബോവസിൻ കാലായിൽ. വന്നിടുവിൻ മാനവരെ ബോവസിൻ കാലായിൽ. സ്വന്തം ദേശം വിട്ട് തന്റെ അമ്മയോടു കൂടെ ചേർന്ന രൂത്ത് ഭാഗ്യവശാൽ ബോവസിൻ കാലായിൽ. സ്വന്തം ദേശം വിട്ട് തന്റെ അമ്മയോടു കൂടെ ചേർന്ന രൂത്ത് ഭാഗ്യവശാൽ ബോവസിൻ കാലായിൽ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ വന്നു. ഭാഗ്യവശാൽ നല്ല ബോവസാകുന്ന യേശുവിന്റെ അടുക്ക വരുവാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം വന്നു. നീ രക്ഷപ്പെട്ടു. നീ യേശുവിനെ അറിഞ്ഞതാ നിന്റെ രക്ഷ. നീ ക്രിസ്തുവിനെ കണ്ടതാ നിന്റെ കുടുംബത്തിന്റെ രക്ഷ. യേശുവിനെ ഏറ്റെടുത്തതാ നിന്റെ രക്ഷ. മോളെ, ഈ വയല് വിട്ട് പോകരുത്. എടാ, ഈ വയല് വിട്ട് പിന്നെ എങ്ങോട്ട് പോകാനാ? എങ്ങോട്ട് പോകാനാ? എങ്ങും പോകാനൊക്കത്തില്ല. ഈ വയല് തന്നെ ഒക്കുള്ളൂ. ഈ വയല് വിട്ട് എങ്ങോട്ടും പോകാനും ഒക്കത്തില്ല, പോകത്തുമില്ല, വിടുകയും ചെയ്യരുത്, വിടത്തുമില്ല. ഈ വയല് മാത്രമാണ്. ഇതാ ഈ വയല് കൊണ്ട് ഇനി ആയുസ് മുഴുവൻ ഈ വയലാ. അവരോടെ പോവാന്
യേശു പറഞ്ഞു നിങ്ങളും 70 പേര് ഓർഡിനേഷൻ കൊടുത്ത് അതിൽ വേറെ സഭ തുടങ്ങി. അല്ല, അപ്പം തിന്നാൻ്റെ അയ്യ അവരൊക്കെ വേറെ സ്വതന്ത്ര സഭയിലോട്ട് പോയെന്ന് പറഞ്ഞു. നിങ്ങൾ 12 പേര് പമ്പി പോകാതെ ഇവിടെ നിങ്ങൾക്കും പോയിക്കൂടെ? പീറ്റർ പറഞ്ഞു, പോകാനോ? നിത്യജീവന്റെ മൊഴി നിന്നെ വിട്ട് ഞങ്ങൾ പോകുന്ന കേസിൽ ഭാഗ്യവശാൽ ഈ ബോവസിന്റെ വയലിൽ ഞാൻ വിവരിക്കുന്നില്ല. ഇന്നിപ്പം ഇങ്ങനെ അങ്ങ് നിർത്താം. ഞാൻ 9 എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് ഇതിപ്പം വിളക്കാൻ വെച്ചത് വേണ്ടായല്ലോ എന്നുള്ള ചിന്തയാണ്. അതെനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇപ്പം ഇത് മതി. ഇപ്പം ഗുണമാകാനാന്നേലും നമ്മൾ ശരിയാകാനാന്നേലും ഇപ്പം ഇത്രയും പോരെ. ബലപ്പെടാനുണ്ടായിരുന്നു, ഗുണപ്പെടാനുണ്ടായിരുന്നു, ശുദ്ധീകരണത്തിനുള്ളതുണ്ടായിരുന്നു, അനുദപിക്കാനുള്ളതുണ്ടായിരുന്നു. ഒരു യോഗത്തിൽ ഇത്ര 4 കൂട്ടം കാര്യം കുറഞ്ഞതുപോലെ അത് ഉണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. നമുക്ക് പിരിഞ്ഞു പോകുന്നതല്ലേ ഇനി നല്ലത്, അതാ നല്ലത്. സ്തോത്രം. കൃപയാൽ ഈ ബോവസിന്റെ വയലിൽ നമ്മൾ വന്നു. അന്ത്യം വരെ, മരണം വരെ, ജീവാവസാനം വരെ ഈ വയലിൽ നിന്ന് ആരും പോകരുത്. ഈ വയലിൽ നിന്ന് ആരും പോകരുത്. നിന്റെ മാറ ഏതോ മതിരിപ്പിക്കും. 4-ാം അധ്യായത്തിൽ വന്നപ്പോൾ, ഇടയ്ക്കത്തെ ഞാൻ വിവരിക്കുന്നില്ല, ബോവസ് രൂത്തിനെ വിവാഹം കഴിച്ചു. 2 പേരും കുടുംബജീവിതം നടത്തി. ഒരു കൊച്ചിനെ കിട്ടി, ഓബേദിനെ 4:16 ഓബേദിനെ നവോമി എടുത്ത് ഇങ്ങനെ മടി കിടത്തി. അപ്പം ഓബേദ് ഉണ്ടായി. എല്ലാം നന്നായിട്ട് വിവരിക്കേണ്ടതാണ്, നേരെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഓബേദിനെ ഇങ്ങനെ എടുത്ത് മടി വെച്ച് ഇങ്ങനെ നവോമി. അപ്പം ഈ 1-ാം അധ്യായത്തിൻ്റെ 19 ഒരു ലേഡീസ് മീറ്റിംഗ് നടന്നു. അന്നേരം നവോമിയും രൂത്തും കൂടെ ബേത്ലഹേമിൽ വന്നത്. കാരണം അവിടെ സ്ത്രീജനം എന്നാ പറഞ്ഞേക്കുന്നത്, ലേഡീസ് മീറ്റിംഗാ. 1:19 ഒന്നുകൂടെ വായിച്ചേ. സ്ത്രീജനം, അതാ ലേഡീസ് മീറ്റിംഗ്. നമ്മുടെ ഷാരോന്റെ ലേഡീസ് മീറ്റിംഗിന് എന്തോ അതിന്റെ ഷോർട്ട് ഫോം എന്തുവാ? അവര് പറയട്ട വനിതാ സമാജം. അപ്പൊ രൂത്തും നവോമിയും കൂടെ വനിതാ സമാജം നടക്കുമ്പോഴാ മോവാബിൽ നിന്ന് ബേത്ലഹേം, അതാ സ്ത്രീജനം. അപ്പൊ ആദ്യത്തെ വനിതാ സമാജത്തിന്റെ മീറ്റിങ്ങിലായി ഇവർ വന്നത്. ഈ ഓവേൽ ഉണ്ടായപ്പോൾ ഒരു വനിതാ സമാജവും കൂടെ നടത്തി. 4:16 അയൽക്കാരിത്തികള്. നിർത്തത്, എനിക്ക് എത്ര കിട്ടിയാൽ മതി. അയൽക്കാരിത്തികൾ, അയൽക്കാരന്മാരെന്നല്ല, അവ സഹോദരി സമാജമാണ്, വനിതാ സമാജമാണ്. 1-ാമത്തെ വനിതാ സമാജത്തിൽ നവോമി പറഞ്ഞു, നവോമി ഒന്നൊന്നും വിളിക്കണ്ട, മാറായെന്ന് വിളിച്ചാൽ മതി. 2-ാമത്തെ വനിതാ സമാജം നടന്നപ്പം ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി ഈ നവോമി കൊച്ചിനെ ഇങ്ങനെ മടി കിടത്തിക്കൊണ്ട് ഇരുന്നപ്പം അവർ വന്ന് പറയുക, അയ്യോടി നവോമിക്കൊരു കൊച്ച്, അങ്ങനല്ലേ എഴുതിയേക്കുന്നേ, വായിച്ചേ. നവോമിക്ക് ഒരു മകൻ ജനിച്ചെന്ന്. അല്ല, യഥാർത്ഥത്തിൽ നവോമിയുടെ കൊച്ചാന്നോ? അല്ല, രൂത്തിന്റെയും ബോവസിന്റെയും കുഞ്ഞാ. പക്ഷെ ഈ നവോമി കൊച്ചിനെ എടുത്ത് മടി കിടത്തിയപ്പോൾ പെണ്ണുങ്ങൾ, വനിതാ സമാജക്കാരെല്ലാം കൂടെ 2-ാം മീറ്റിംഗ്. ആദ്യത്തെ മീറ്റിംഗ് 1:19 ഓമനമ്മേ. 2-ാം മീറ്റിംഗ് അമ്മമ്മ ഇങ്ങോട്ട് നോക്കാം, അമ്മമ്മയ്ക്ക് വേറെ തൂത്ത് തരാം. 2-ാം മീറ്റിംഗ് 4:16. അപ്പൊ ഈ 4:16 2-ാം വനിതാ സമാജത്തില് നവോമി കൊച്ചിനെ എടുത്ത് മടിയിൽ കിടത്തി. അപ്പൊ ഈ വനിതാ സമാജക്കാർ വന്ന് പറയാ, യോടി നവോമിക്കൊരു കൊച്ചുണ്ടായല്ലോ. 1:19 നവോമി എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ് നവോമി എന്ന് വിളിക്കണ്ട, ഇമ്പം വിളിക്കണ്ട, പിന്നെ എന്നാ വിളിക്കണം? മാറാ. പക്ഷെ 4:16 നവോമിക്ക് കൊച്ചെന്ന് പറഞ്ഞപ്പോ പറഞ്ഞോ നവോമി എന്ന് വിളിക്കണ്ടെന്ന്? പറഞ്ഞില്ല. കാരണവും കൂടെ പറഞ്ഞു വെച്ചാൽ ഞാൻ വിടുവുള്ളൂ. പറ കാരണം പറയാതെ വിടുകയല്ല, അതാ വിഷയം. 4:16 വന്നപ്പോൾ മാറായെല്ലാം തുപ്പട മാറി. വെയിറ്റ് ചെയ്താ മതി. സ്തോത്രം. 1:19 കയ്പുണ്ടായിരുന്നത് കൊണ്ട് പറഞ്ഞു എന്നെ നവോമി എന്ന് വിളിക്കണ്ട. പക്ഷെ പിറക്ക് കഴിഞ്ഞു, വയലിൽ വന്നു, പദം കിട്ടി, കോരി വെച്ച വെള്ളം ആണെങ്കിലും മരുമകൾ കുടിച്ചു, ചാറ്റിൽ മുക്കി, വേളി കഴിഞ്ഞു, ജീവിതം ആരംഭിച്ചു, ചുറ്റുപാടായി. എല്ലാം കൂടെ അല്പം നാളുകൾ കഴിഞ്ഞപ്പോൾ കൊച്ചിനെ കിട്ടി. കൊച്ചിനെ മടിയിൽ വെച്ച് കൊച്ചിനെ ഇങ്ങനെ എന്തുവാ താരാട്ടുപാട്ട്, അതായിരിക്കും അല്ലേ? അങ്ങനല്ലേ? അയ്യോ, നിങ്ങളാരും കൊച്ചുങ്ങളെ ഒന്നും വളർത്തിയവരല്ലേ?
ഒരു താരാട്ട് പാട്ട് പാടിക്കേ. ഓ ശാരീരോ നല്ലൊരിൽ സുന്ദരി നിന്റെ പ്രിയ സൈമൺ സാറിന്റെ പാട്ടാ. നല്ലൊരിൽ സുന്ദരി നിന്റെ പ്രിയൻ എന്തു വിജയകഥ. കൊച്ചിനെ മടി വെച്ചോണ്ടാ ഈ പാട്ട് പാടുന്നേ. ഈ പാട്ടൊന്നും അല്ല. ഞാൻ നല്ലൊരിൽ സുന്ദരി എന്തോ വിജയ നല്ലൊരിൽ സുന്ദരി നിന്റെ പ്രിയ എന്തോ വിജയ ആയിരം പാത്താലെ നോക്കൂ അതിൽ എന്നേശു മുഖ്യനുണ്ട്. ആയിരം പാത്താലെ നവോമിയുടെ മടിയിൽ ഓവേദ് കിടക്കുകയാണ്. രാരിരമാണ് ഓ നല്ലൊരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തോ നേരമില്ലാത്ത കൊണ്ടാ ഈ കൊച്ചിനെ ഇങ്ങനെ മടി കിടത്തി സുസമ്മ പറഞ്ഞു രാരീരം ചൊല്ലിക്കൊണ്ട് ഇവര് വന്നപ്പോൾ ഞാൻ നവോമിക്കൊരു കൊച്ച്, അന്നേരം നവോമി എന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞില്ല. 1:19 പറഞ്ഞ് വേണ്ട. അന്നേരം മുഴുവൻ മാറയാ. കൊച്ചിനെ കെട്ടി രാരീരം ചൊല്ലിയപ്പോൾ മാറാ മൊത്തം മാറി. നിന്റെ മാറയ മതിരിപ്പിക്കുമെന്ന്. നിന്റെ മാറയ ദൈവം മതിരിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കായബലം കൊണ്ട് മതിരിപ്പിക്കുന്നതല്ല, നമ്മുടെ കൂർമ്മവത്ത് കൊണ്ട് മതിരിപ്പിക്കുന്നതല്ല, നമ്മുടെ സൂത്രവിദ്യ കൊണ്ട് മതിരിപ്പിക്കുന്നതല്ല, നിന്റെ പണം കൊണ്ട് മതിരിപ്പിക്കുന്നതല്ല, പൊളിറ്റിക്കൽ ബലം കൊണ്ട് മതിരിപ്പിക്കുന്നതല്ല, ഗുണ്ടായിസം കൊണ്ട് മതിരിപ്പിക്കുന്നതല്ല. പിന്നെയോ കാൽവറിയിലെ രക്തത്താൽ, കാൽവറിയിലെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ, കാൽവറിയിലെ പരിശുദ്ധ രക്തത്താൽ നിന്റെ മാറയെ ദൈവം മതിരിപ്പിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. മറയലീമിൽ പറയിൻ വെള്ളം മാറാത്തോനേകു മാധുര്യമാന. ചേർന്ന് പാടാം, കൈയടിച്ചേ. ഓ മാറാത്തോനേകു ഓ മാറയായാകരാപകൽ യോർദാന്റെ ജീരാമൻ ശ്വാസമൻ യോർദാന്റെ ജീരാമൻ ശ്വാസമൻ കരുണാനിധിയേ നീ മാത്രമാരി ആരാമൻ കൃപായകേണ കൃപാനിധിയേ കൃപാനിധിയേ
കൈയടിച്ച് ചേർന്ന് കൈയടിച്ച് ചേർന്ന് ഈ മാറാമതിരിക്കട്ടെ, മാറാമതിരിക്കട്ടെ. ഓ, എല്ലാരും കൈയടിച്ച് ചേർന്ന്. ഓ കരുണാനിധി നീ മാത്രമാണ് ഓ എന്നൻ സിയോനെ ചെന്നാണ് ഓ അമ്മൻ തന്നീരോ ആറ് കനാനീരന്ന് സിയോനെ ചേർന്ന് പാട്. ഓ അമ്മൻ തന്നീരോ ആറ് കനാ ഓ ഭക്തർ സരി കർത്തൂ താകല വ്യക്തമായി കാണുവൻ രക്ഷകനെ. ഓറി കൂടാരവൻ ശൈലവനവനവനവൻ കാണുവൻ രക്ഷകനെ. ഓ കരുണാനിധിയേ ഓറി ജീസസ് കൂടാരബാലവ ശൈലാരബാല തിരാ ധരാ തിരി തിരി. ഓ നീ മാത്രമാണ് ആമേ മാറായലി ആരേയി ഗോരി ഓരേയോ മാധുര്യ ഗോരി ഉടബാല ബാലബാല വീരബാല വൈഡബാല വീരബാല വൈഡബാല മാറാതോരേയോ മാധുര്യമാന ആരേയായാല ഉടബാല ബാലബാല വീരബാല വൈഡബാല വീരബാല വൈഡബാല ഓ വീരബാല വൈഡബാല വീരബാല 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 വൈഡബാല വീരബാല വൈഡബാല വീരബാല വൈഡബാല വീരബാല വൈഡബാല വീര. ഓ ജീസസ് വീരബാല ബാലബാല വീര. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിന്റെ മാറയെ മതിരിക്കട്ടെ, മാറാ മതിരിക്കട്ടെ. എല്ലാ നിരാശകൾ മാറട്ടെ, എല്ലാ തകർച്ചകൾ മാറട്ടെ, എല്ലാ പോരുകൾ അടിയട്ടെ, എല്ലാ ബന്ധനങ്ങൾ അടിയട്ടെ. കൂടാറാബാല ശൈലാരാബാല ധീര 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 ധീര. ഓ റിബിക്ക ബല 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 തിരി പ്രബല ബല 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 ബല. ഓ ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഉടാ തല തല തിര 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 തിര. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. കരമയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ നൽകി. ക്ഷണിച്ച സഭയ്ക്കും ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കി തന്ന കർത്തദാസനും സഭയിലെ ചുമതലപ്പെട്ട മാന്യ പ്രിയപ്പെട്ടവർക്കും ദൂരത്തിരുന്ന് ഈ യോഗം ശ്രദ്ധിച്ച ബഹുമാന്യരായ പ്രിയപ്പെട്ടവർക്കും നന്ദി. ഒറ്റ അപേക്ഷ, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും.